നമ്മുടെ ഇടയിൽ ലൈറ്റിനെ കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായമാണുള്ളത്. അതായത് ഒരു സർജ് പ്രൊട്ടക്ടർ അല്ലെങ്കിൽ ഒരു ലൈറ്റിനിങ് അറസ്റ്റർ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട് പൂർണ്ണമായും ഫ്രീ ആയെന്നുള്ളൊരു ചിന്തയുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും ആ ഒരു ഡിവൈസിന്റെ ക്വാളിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മൾ സാധാരണയായി ഫേസ് ചെയ്യുന്നത് രണ്ട് തരത്തിലുള്ള ലൈറ്റിനിങ് ആണ്. ഒന്ന് ഡയറക്റ്റ് ലൈറ്റിംഗ്, ഒന്ന് ഇൻഡയറക്റ്റ് ലൈറ്റിംഗ്. ഡയറക്റ്റ് ലൈറ്റിംഗ് എന്ന് പറയുന്നത് അന്തരീക്ഷത്തിൽ നേരിട്ട് നമ്മളെ അഫക്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് ഡയറക്റ്റ് ലൈറ്റിംഗ് എന്ന് പറയുന്നത്. അതിനെ പ്രിവെന്റ് ചെയ്യാനാണ് നമ്മൾ ലൈറ്റിനിങ് അറസ്റ്ററുകൾ ഉപയോഗിക്കുന്നത്. ഈ ലൈറ്റിനിങ് അറസ്റ്റർ ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും എന്തുമാത്രം ഏരിയ കവർ ചെയ്യണം, നമ്മുടെ വീടിന്റെ സ്ക്വയർ ഫീറ്റ് എത്രയുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൺസിഡർ ചെയ്തുകൊണ്ട് വേണം ആ ലൈറ്റിനിങ് അറസ്റ്റർ എടുത്തു വെക്കുക, നമ്മൾ ഏതാണെന്ന് തീരുമാനിക്കാനാണ്. അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് ലൈറ്റിംഗ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കിലോമീറ്ററുകൾ അപ്പുറം ഒരു ലൈറ്റിംഗ് ഉണ്ടായി, അല്ലെങ്കിൽ ഒരു രണ്ട് ലൈൻ ടച്ച് ചെയ്തു, ഹൈ വോൾട്ടേജ് കയറി വന്നു, അത് നമ്മുടെ വീട്ടിലേക്ക് അത് കയറി വരും. നമ്മുടെ വീട്ടിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഡിവൈസിനെ എല്ലാം അത് ബാധിക്കും. അപ്പോൾ ഡയറക്റ്റ് ലൈറ്റിങ്ങിനെ പ്രിവെന്റ് ചെയ്യാൻ നമ്മൾ ലൈറ്റിനിങ് അറസ്റ്ററുകളും ഇൻഡയറക്റ്റ് ആയിട്ടുണ്ടാകുന്ന ലൈറ്റിനിങ്ങിനെ അല്ലെ ഹൈ വോൾട്ടേജിനെ പ്രിവെന്റ് ചെയ്യാനാണ് നമ്മൾ സർജ് പ്രൊട്ടക്ടറും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തെ എർത്തിങ് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രോപ്പറായ എർത്തിങ് തന്നെ കൊടുക്കണം. ഇതിൻ്റെ അകത്ത് ആരാണ് സർവീസ് തരുന്നത്, നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായിരിക്കണം ഇത് വെക്കുന്നത്, എങ്കിൽ മാത്രമേ ഇതിൻ്റെ ഒരു പ്രയോജനം കിട്ടുള്ളൂ. മറ്റൊരു കാര്യം, ഇതിന് ഒരു സർട്ടൺ എക്സ്റ്റന്റ് വരെ നമുക്ക് അതിൻ്റെ ഒരു പ്രയോജനം കിട്ടുള്ളൂ. കാരണം ഇതിന്റെ പവർ എത്രയാണെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ അതിനെ പ്രിവെന്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ലൈറ്റിങ്ങിന്റെ പവർ പല സമയത്തും പലതാണ്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്ത് നല്ല ക്വാളിറ്റി ഉള്ള ഉൽപ്പന്നങ്ങൾ വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇതിന്റെ ഒരു പ്രയോജനം നമുക്ക് കിട്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു.